ഓം നമോ നാരായണായ. ശ്രീമദ് നാരായണീയം ദശകം 30 ശ്ലോകം 2. മഹാബലിയും മറ്റ് അസുരപ്രമാണിമാരും ഒക്കെ കൂടി സ്വർഗം പിടിച്ചടക്കി. ദേവന്മാരൊക്കെ അവിടുന്ന് ഓടി ഒളിച്ചു എന്ന് പറഞ്ഞു. അവരുടെ വാസസ്ഥാനം പോലും അവർക്ക് നഷ്ടപ്പെട്ടു. ഇതറിഞ്ഞപ്പോൾ അമ്മയ്ക്ക് വല്ലാതെ വിഷമായി. പുത്രന്മാരുടെ ഐശ്വര്യവും സ്ഥാനമാനങ്ങളും താമസിക്കാനുള്ള സ്ഥലം പോലും നഷ്ടപ്പെട്ടപ്പോൾ പാവം അതിഥിക്ക് വല്ലാതെ ദുഃഖമായി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഭർത്താവായിട്ടുള്ള കശ്യപ പ്രജാപതി തപസ് ചെയ്ത് അല്പം ഇടവേളയിൽ ഈ അതിഥിയുടെ ആശ്രമത്തിലേക്ക് വന്നത്. അപ്പോൾ എന്താണ് ഇത്രയും മുഖം വാടിയിരിക്കുന്നത്? സങ്കടത്തിന് എന്താണ് കാരണം? പൊതുവെ ലോകത്തിൽ വല്ല ധർമ്മത്തിനും ഹാനി വന്നോ? ഗൃഹധർമ്മങ്ങളൊക്കെ നീ നേരെ നടത്തുന്നില്ലേ? അതിഥികളെ സ്വീകരിക്കുന്നില്ലേ? അഗ്നിയെ ആരാധിക്കുന്നില്ലേ? സദാ ഞാൻ എപ്പോഴും വളരെ ധീരയായിട്ടാണല്ലോ നിന്നെ കണ്ടിട്ടുള്ളത്. എന്താ ഇപ്പോൾ സംഭവിച്ചത്? മുഖം ഇങ്ങനെ വാടിയിരിക്കുന്നത് എന്താണ്? മക്കൾക്ക് സുഖമല്ലേ എന്നൊക്കെ ചോദിച്ചപ്പോൾ അതിഥി മറുപടി പറഞ്ഞു, ലോകത്തിൽ ധർമ്മമൊക്കെ വേണ്ട വിധം നന്നായി തന്നെ നടക്കുന്നുണ്ട്. ഞാൻ അഗ്നിഹോത്രവും അതിഥി സൽക്കാരവും ദാനവും ഒക്കെ വേണ്ട വിധത്തിൽ ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മളുടെ ദേവന്മാർ, എൻ്റെ മക്കൾ, അങ്ങയുടെയും എൻ്റെയും മക്കൾ അവരുടെ സ്ഥാനം പോലും നഷ്ടപ്പെട്ട് അലയുകയാണ് എന്ന കാര്യം അങ്ങേക്കറിയാലോ എന്ന് പറഞ്ഞു. അപ്പോൾ കശ്യപ മഹർഷി അതിൽ കുറച്ച് വൈരാഗ്യം ഉണ്ടാവാനായിട്ട് തത്വം ഒക്കെ ഉപദേശിച്ചു കൊടുത്തു. മക്കൾ ആരാണ്? ആത്മാവല്ലേ സ്ഥായിയായ കാര്യം. അങ്ങനെയൊക്കെ പറഞ്ഞിട്ടും അതിഥിക്ക് സമ്മതമില്ല. എനിക്ക് എന്തായാലും എൻ്റെ മക്കളുടെ സ്ഥാനം തിരിച്ചു കിട്ടണം. അതിന് പറ്റിയ ഒരു മകനെ എനിക്ക് തരണം. ആ മകൻ അസുരന്മാരുടെ കയ്യിൽ നിന്നും എൻ്റെ മക്കളുടെ വാസസ്ഥാനമായിട്ടുള്ള സ്വർഗം തിരിച്ചു വാങ്ങിക്കൊടുക്കാൻ ശക്തിയുള്ളവനാകണം എന്ന് കടുംപിടുത്തം പിടിച്ചു. അപ്പോൾ കശ്യപ പ്രജാപതി ഉത്തമ സന്താനലബ്ധി ഉണ്ടാവാനായിട്ട് ഭഗവാനെ ആരാധിക്കുക. ഭഗവാൻ വിചാരിച്ചാൽ നടക്കാത്ത ഒരു കാര്യമില്ല. പയോവ്രതം അനുഷ്ഠിക്കുക എന്ന് പറഞ്ഞ് 12 ദിവസം മാത്രം അനുഷ്ഠിക്കേണ്ടതായിട്ടുള്ള പയോവ്രതം, പാല് മാത്രം അല്പം മാത്രം കുടിച്ച് ചെയ്യാനുള്ള അനേകം നിഷ്ഠകളൊക്കെ കൂടി ഉള്ള ആ പയോവ്രതത്തിനെ ഉപദേശിച്ചു. അതാണ് ഈ ശ്ലോകത്തിലുള്ളത്. അതിഥി അത് ഭക്തിയോടുകൂടി അനുഷ്ഠിക്കുകയും ചെയ്തു. ശ്ലോകം നോക്കാം. പുത്ര ആർത്തിദർശന വശാദ് അതിഥിർവിഷന്ന തം കാശ്യപം നിജപതിം ശരണം പ്രപന്ന ത്വത്പൂജനം തദ് ഉദിതം ഹി പയോവ്രതാഖ്യം സാ ദ്വാദശാഹം അചരത് ത്വയി ഭക്തിപൂർണ. അർത്ഥം: പുത്ര ആർത്തി ദർശന, തൻ്റെ പുത്രന്മാരായിട്ടുള്ള ദേവന്മാരുടെ ആർത്തി, ദുഃഖം, ദർശനം കണ്ടിട്ട്, ദർശനവശാത് കാണുക കാരണം, തൻ്റെ പുത്രന്മാരുടെ കടുത്ത ദുഃഖത്തെ അറിഞ്ഞ ആ അതിഥി സങ്കടത്തോടുകൂടി വിഷണ്ണ, ആകെ തളർന്നു പോയി. അതിഥി നിജപതി തം കാശ്യപം ശരണം പ്രപന്ന, ആ അതിഥി ദേവി നിജപതി, തൻ്റെ ഭർത്താവായിട്ടുള്ള തം കാശ്യപം, ആ കാശ്യപ പ്രജാപതിയെ ശരണം പ്രപന്ന, ശരണം പ്രാപിച്ചു. അദ്ദേഹം ത്വയി ഭക്തിപൂർണ സ, അങ്ങയിൽ ഭക്തിയോടുകൂടി ചെയ്യാനായിട്ട് ഒരു കാര്യം പറയുകയും ചെയ്തു. സാ, ആ അതിഥി, തദ് ഉദിതം, അദ്ദേഹം കശ്യപ മഹർഷിയാൽ പറയപ്പെട്ടതും, പയോവ്രത ആഖ്യം, പയോവ്രതം എന്ന് പേരായതും ആയ ത്വത്പൂജനം, ഭഗവാനെ അങ്ങയുടെ പൂജ, ദ്വാദശ അഹം, വെറും 12 ദിവസം മാത്രം നീണ്ടു നിൽക്കുന്ന വിശിഷ്ടമായ പൂജ, ആചരത് ഹി, ആചരിക്കുകയും ചെയ്തുവല്ലോ. പുത്രാർത്തി ദർശനവശാത് അതിഥി വിഷണ്ണ, പുത്രന്മാരുടെ ദുഃഖം കണ്ട് വല്ലാതെ വിഷണ്ണയായ ദേവമാതാവ് അതിഥി തം കാശ്യപം നിജപതിം ശരണം പ്രപന്ന, തൻ്റെ പതിയായിട്ടുള്ള കശ്യപ പ്രജാപതിയെ ശരണം പ്രാപിച്ചു. ത്വത്പൂജനം തദുദിതം ഹി പയോവ്രതാഖ്യം, ഭഗവാനെ അവിടുത്തെ പൂജയായ
പയോവ്രതാഖ്യത്തെ ആ കശ്യപ മഹർഷി അതിഥിക്ക് ഉപദേശിച്ചു കൊടുത്തു. സാ അവൾ അതിഥി ദ്വാദശാഹം അചരത് ത്വയി ഭക്തിപൂർണ 12 ദിവസവും ഏറ്റവും ഭക്തിയോടുകൂടി ഉത്തമമായ അനുഷ്ഠാനമായി അതിനെ ആചരിച്ചു. പണ്ടിതുപോലെ കശ്യപനോട് തന്നെ തനിക്ക് മക്കളെ തരണം, ഇപ്പം തന്നെ വേണം എന്ന് പറഞ്ഞു ദിതി അല്ലേ, അസുരന്മാരുടെ മാതാവ്. അപ്പോൾ ആ ദിതിയോടും തൻ്റെ ഭാര്യയായിട്ടുള്ള ദിതിയോടും കശ്യപ മഹർഷി പറഞ്ഞു, അല്പം ക്ഷമിക്കൂ, സന്ധ്യാസമയമാണ്. അതൊന്നും ഒരു അരനിമിഷം പോലും ക്ഷമിക്കാതെ ദിതി കശ്യപൻ്റെ വസ്ത്രം പിടിച്ചു വലിച്ചതും അതിദുഷ്ടന്മാരും അധർമ്മികളും ആയിട്ടുള്ള ഹിരണ്യാക്ഷനും ഹിരണ്യകശിപുവും ഒക്കെ ജനിച്ചത് ഓർമ്മയുണ്ടല്ലോ. ഇവിടെ ദേവന്മാരുടെ അമ്മയായിട്ടുള്ള അതിഥി അങ്ങനെയല്ല ചെയ്തത്. ഭർത്താവ് എന്തു പറഞ്ഞു അതിൽ നിന്നും അണുവിട തെറ്റാതെ ആ വ്രതം വേണ്ട വിധം ഭക്തിയോടെ ശ്രദ്ധയോടെ അനുഷ്ഠിച്ചു. അതിനുള്ള ഫലം ഉണ്ടാവുകയും ചെയ്തു. ശ്ലോകം ഒന്നും കൂടി നോക്കാം. പുത്രാർത്ഥി ദർശനവശാദതിർവിഷന്ന തം കാശ്യപം നിജപതിം ശരണം പ്രപന്ന ത്വത്പൂജനം തദുദിതം ഹി പയോവ്രതാഖ്യം സാ ദ്വാദശാഹം അചരത് ത്വയി ഭക്തിപൂർണ. അടുത്ത ശ്ലോകം കൂടി നോക്കാം. ഭഗവാൻ പൂർണ്ണ തൃപ്തനായി തന്നെക്കുറിച്ച് ഇത്രയേറെ ഭക്തിയോടുകൂടി തപസ് പോലെ വ്രതം അനുഷ്ഠിക്കുകയാണ് ദേവമാതാവ്. ആ അതിഥിയുടെ മുന്നിൽ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു. ചതുർബാഹു രൂപത്തിൽ വളരെ മനോഹരമായിട്ടാണ് ആ ഭഗവാന്റെ മുന്നിൽ അതിഥി നമസ്കരിച്ചു. ദിവ്യമായ സ്തോത്രങ്ങൾ കൊണ്ട് സ്തുതിക്കുകയും ചെയ്തു. ഭഗവാൻ പറഞ്ഞു, പണ്ട് ഇതുപോലെ പറഞ്ഞപ്പോൾ ഞാൻ ഹിരണ്യകശിപുവിനോട് പോയി നേരിട്ട് യുദ്ധം ചെയ്ത് വധിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് അതുപോലെയുള്ള ആളല്ല, മഹാബലിയാണ്, മഹാത്മാവാണ്, ധാർമ്മികനാണ്. അദ്ദേഹത്തിനെ പാട്ടിലാക്കാൻ അല്ലെങ്കിൽ അവരെ തോൽപ്പിക്കാൻ വേറെ എന്തെങ്കിലും ഉപായം കണ്ടുപിടിക്കേണ്ടതാണ്. എന്നിട്ട് പറഞ്ഞു, ഞാൻ അതിഥിയുടെ നിൻ്റെ മകനായിട്ട് ജനിക്കും, എന്നാൽ ഇത് വളരെ രഹസ്യമാക്കി വെക്കണം, കശ്യപ പ്രജാപതിയോട് പോലും പറയാൻ പാടില്ല. അങ്ങനെ അതിഥിയുടെ എല്ലാ ആഗ്രഹങ്ങളും സഫലമാവുകയും ചെയ്യും എന്ന് പറഞ്ഞു. പക്ഷേ കശ്യപ മഹർഷി വന്നപ്പോൾ അതിഥി ഒന്നും പറയേണ്ടി വന്നില്ല. ഒക്കെ കശ്യപ മഹർഷി ഇങ്ങോട്ട് ചോദിച്ചു, ഭഗവാൻ നിൻ്റെ വയറ്റിൽ പ്രവേശിക്കും അല്ലേ, ഇങ്ങനെ അസുരനിഗ്രഹം ചെയ്യും അല്ലേ എന്നൊക്കെ അദ്ദേഹം ഇങ്ങോട്ട് ചോദിച്ചു. മൂന്നാമത്തെ ശ്ലോകം. തസ്യാവധൗ ത്വയി നിലീനമതേരമുഷ്യ ശ്യാമ ചതുർഭുജവഭൂ സ്വയം ആവിരാസി നമ്രാം ച താം ഇഹ ഭവത്തനയോ ഭവേയം ഗോപ്യം മദീക്ഷണമിതി പ്രലപൻ അയാസി. അർത്ഥം, തസ്യ അവധൗ, തസ്യ എന്ന് പറഞ്ഞാൽ ആ പയോവ്രതത്തിൻ്റെ അവധൗ അവസാനം, ത്വയി നിലീനമതേ അമുഷ്യ അങ്ങയിൽ, ഗുരുവായൂരപ്പ അങ്ങയിൽ നിലീനമായ ലയിച്ചു ചേർന്ന മനസ്സോടുകൂടിയ അമുഷ്യ എന്ന് പറഞ്ഞാൽ അവളുടെ ആ അതിഥിയുടെ മുന്നിൽ, ശ്യാമ ചതുർഭുജവഭൂ ശ്യാമളവർണ്ണത്തോടുകൂടി 4 കൈകളോടുകൂടി വനമാല ധരിച്ച് പീതാംബരം ഒക്കെ ധരിച്ച് ത്വം സ്വയം ആവിരാസി അവിടുന്ന് തന്നെ അവതരിച്ചുവല്ലോ. ഇഹ നമ്രാം താം ച എന്താ ചെയ്യേണ്ടതെന്നറിയാതെ പരിഭ്രമിച്ചു പോയ അതിഥി അങ്ങയെ നമസ്കരിച്ചു. അങ്ങയുടെ സ്തുതികളൊക്കെ ചൊല്ലി ദിവ്യമായ സ്തോത്രങ്ങളൊക്കെ ജപിച്ചു. അപ്പോൾ താം ച ആ അതിഥിയോട് ഭഗവാൻ എന്തു പറഞ്ഞു? അഹം ഭവത്തനയ ഭവേയം അമ്മേ, ഞാൻ അവിടുത്തെ പുത്രനായിട്ട് ജനിക്കും. മദീക്ഷണം ഗോപ്യം എന്നാൽ ഒരു കാര്യമുണ്ട്, ഇങ്ങനെ ഞാൻ അവതരിച്ചു എന്നും അവിടുത്തെ പുത്രനാകും, അസുരസംഹാരം ചെയ്യും, ആ കാര്യങ്ങളൊക്കെ ദേവകാര്യങ്ങളാണ്, അങ്ങനെ ആരോടും പറയാൻ പാടില്ല എന്ന് പറഞ്ഞു. ഗോപ്യം എന്ന് പറഞ്ഞാൽ രഹസ്യം, അതീവ രഹസ്യമായിരിക്കണം. മദീക്ഷണം എൻ്റെ ഈ ദർശനം വളരെ രഹസ്യമായി സൂക്ഷിക്കണം. ഇതി പ്രലപൻ ഇപ്രകാരം പറഞ്ഞിട്ട്
അയാസി, ഭഗവാൻ അവിടുന്ന് മറയുകയും ചെയ്തു. തസ്യാവധൗ ത്വയി നിലീനമതേരമുഷ്യ, ആ പയോവ്രതത്തിൻ്റെ അവസാനത്തിൽ അങ്ങയിൽ നിലീനമായ ബുദ്ധിയോടുകൂടിയ അമുഷ്യ, അവളുടെ മുന്നിൽ ശ്യാമള നിറത്തോടുകൂടിയവനും ചതുർഭുജനും ആയ ആ ഭഗവാൻ സ്വയം പ്രത്യക്ഷമായി, സ്വയം ആവിരാസി. നമ്രാം ച താം, നമസ്കരിക്കുന്ന അവളോട്, ഇഹ ഭവത്തനയോ ഭവേയം, ഞാൻ അമ്മയുടെ മകനായി ജനിക്കും എന്ന് ഉറപ്പു പറഞ്ഞു. കൂടാതെ ഗോപ്യം മദീക്ഷണം, എൻ്റെ ഈ ദർശനം രഹസ്യമാക്കി വെക്കണം എന്നും ഇതിപ്രലപൻ പറഞ്ഞുകൊണ്ട് അയാസി, ഭഗവാൻ മറഞ്ഞു പോവുകയും ചെയ്തു. ഭഗവാൻ അതിഥിയോട് പറഞ്ഞു, എന്തായാലും ഭവതിയുടെ ഇത്രയും കഠിനമായിട്ട് അനുഷ്ഠിച്ച ഈ തപസ് വ്യർത്ഥമാകില്ല. യുദ്ധത്തിന് പോവുകയല്ല വേണ്ടത്, മറ്റെന്തെങ്കിലും ഉപായം. മഹാബലി വലിയ പുണ്യാത്മാവാണ്, അതുകൊണ്ട് അദ്ദേഹത്തിനോട് പോയി യാചിക്കാം എന്നൊക്കെ ഭഗവാൻ മനസ്സിൽ കരുതിയിട്ടുണ്ടാവും. അങ്ങനെ ഭഗവാൻ മറഞ്ഞു പോവുകയും ചെയ്തു. ശ്ലോകം ഒന്നുകൂടി നോക്കാം. തസ്യാവധൗ ത്വയി നിലീനമതേർ